ശുശ്രൂഷ പലർക്കും പലവിധമാണ്. ശരിയായ ഭാവമില്ലാതെ ഒരിക്കലും ശുശ്രൂഷ അനുഗ്രഹമാകില്ല. ശുശ്രൂഷിക്കുന്നവർക്കും ശുശ്രൂഷ ഏൽക്കുന്നവർക്കും അനുഗ്രഹമാകുവാൻ ശരിയായ ഭാവം അത്യന്താപേക്ഷിതമാണ്. മാതാവിനെപ്പോലെ, പിതാവിനെപ്പോലെ, സഹോദരങ്ങളെപ്പോലെ കണ്ട് ഒരു കുടുംബത്തെ ശുശ്രൂഷിക്കുന്ന ഭാവമാകുന്നു ഏതൊരു ശുശ്രൂഷയിലും ആവശ്യം. ജീവസന്ദേശത്തിൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒരു മാതൃകാ സഭയായി തീരുന്നത് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടൊരു അവസ്ഥയാണെന്ന് ഈ ലേഖന പഠനം നമ്മെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അനവധി കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ക്രിസ്തുവിന് സൗരഭ്യവാസനയായി തീരുവാൻ തെസ്സലോനിക്ക സഭയ്ക്ക് സാധിച്ചു എന്നതിന് വിശുദ്ധ പൗലോസ് തന്നെ സാക്ഷ്യം പറയുന്നു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 2 വരെയുള്ള വാക്യങ്ങൾ. ഒരു മാതാവിനെപ്പോലെയും ഒരു പിതാവിനെപ്പോലെയും കരുതലോടെ താൻ തെസ്സലോനിക്ക സഭയെ കരുതി വളർത്തി എന്ന് പൗലോസ് പറഞ്ഞു. ഒടുവിലായി പൗലോസിൻ്റെ ശുശ്രൂഷയുടെ സഹോദര സഹജമായ വശമാണ് നാം കാണുന്നത്. ഇത് സഭയ്ക്കുള്ളിലുള്ളതാണ്. ഒരു ഭവനത്തിലെ കുട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം കാണുന്നു. 14-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. സഹോദരന്മാരെ, യഹൂദ്യയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. സഹോദരന്മാരെ, ഇതുവരെ അവരെ വിളിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ പൗലോസ് അവരെ വിളിക്കുന്നു. ആദ്യം അമ്മയെപ്പോലെ കരുതി സ്നേഹിച്ച് പോറ്റി, തുടർന്ന് ഒരു പിതാവിനെപ്പോലെ ശിക്ഷണത്തിൽ വളർത്തി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നു. മനുഷ്യരെ സഹോദരന്മാരാക്കുന്നത് എന്താണ്? 2 കാര്യങ്ങൾ മനുഷ്യരെ തമ്മിൽ സഹോദരന്മാരാക്കുന്നുണ്ട്. വർഗമോ നിറമോ മറ്റ് യാതൊരു വ്യത്യാസവുമില്ലാതെ സകലരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാണെന്നുള്ളത് ഒരു വാസ്തവമാണ്. അതാണ് 1-ാമത്തെ കാര്യം. ആ കൂട്ടത്തിൽ നിന്നും ആരും ഒഴിയപ്പെടുന്നില്ല. ഇതത്ര പാപികളുടെ സാഹോദര്യം എന്ന് ഞാൻ പറയുന്നത്. ഇത് പാപികളുടെ ഒരു സാഹോദര്യമായതിനാൽ ഇതത്ര മനോഹരമായ സ്നേഹമുള്ള ഒന്നല്ല. നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നു എങ്കിൽ സുഹൃത്തെ, നിങ്ങളുടെ സഹോദരനെ സൂക്ഷിച്ചോണം. പുള്ളിയെ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവിടെ തെസ്സലോനിക്കരെ സഹോദരങ്ങളായി ഒരുമിച്ച് ചേർത്തത് എന്താകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അവർ യഹൂദരാൽ അനുഭവിച്ചത് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. മനസ്സിലായല്ലോ? തെസ്സലോനിക്ക സഭ പ്രധാനമായും ജാതികൾ ഉൾപ്പെട്ട ഒന്നായിരുന്നു, യഹൂദരല്ലാത്തവർ ഉൾപ്പെട്ട ഒന്നായിരുന്നു. അവർ ഇതിനോടകം പീഡനത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. റോമാ ചക്രവർത്തിമാരുടെ വലിയ പീഡനം ഇതിന് ശേഷമാണ് ഉണ്ടായതെങ്കിലും ഈ പറഞ്ഞ കാലയളവിലും, പൗലോസ് എഴുതുന്ന കാലയളവിലും അവർ പീഡനം അനുഭവിച്ചുകൊണ്ടായിരുന്നു ഇരുന്നിരുന്നത്. അവർ തെസ്സലോനിക്കയിൽ കഷ്ടം അനുഭവിക്കുകയായിരുന്നു. പൗലോസിന് അവരോട് പറയുവാൻ സാധിച്ചത്, നിങ്ങൾ പീഡനം അനുഭവിക്കുവാൻ ആരംഭിക്കുന്നതിന് മുൻപ് യെരുശലേമിലുള്ള സഹോദരങ്ങൾ അവരുടെ വർഗത്തിലുള്ള സഹോദരന്മാരിൽ നിന്നും പീഡനം അനുഭവിച്ചുകൊണ്ടാണ് ഇരുന്നിരുന്നത്. ഈ കഷ്ടം നിങ്ങളെ ഒരുമിച്ച് ചേർക്കുകയും ഒന്നിച്ചു നിർത്തുകയും ചെയ്യുന്നു. അവർ അവരുടെ കഷ്ടങ്ങളിൽ സഹോദരങ്ങളായിരുന്നു. ക്രിസ്തു വിശ്വാസികളെ ഒരുമിച്ച് ഒട്ടിച്ചു ചേർക്കുന്ന ഒരു സിമൻ്റാകുന്നു ഈ കഷ്ടത എന്നത്. വിശ്വാസത്തിൻ്റെ പരിശോധന. ഇന്ന് ക്രിസ്തീയ സഭ ഈ കാര്യത്തിൽ നിന്നും വളരെ അകന്നുപോയിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം ഈ ഒട്ടുന്ന പശ, സിമൻ്റ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തതാണ്.
ഇസ്രായേൽ ജാതിയെക്കുറിച്ച് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഈ ഒട്ടാത്തതിൻ്റെ കാരണം. അവിടെ നാം വായിക്കുന്നു, യശൂരുനോ പുഷ്ടി വെച്ച് ഉതച്ചു. അവിടുത്തെ അർത്ഥം അവർ സമൃദ്ധിയുടെ ഒരു കാലത്തിൽ പ്രവേശിച്ചു. അങ്ങനെ വിമർശിക്കുന്നവരായി തീർന്നു. അതെ, നമ്മുടെ നാട്ടിലെ സഭകൾക്കും ഇന്നുള്ള പ്രശ്നം ഇതുതന്നെയാകുന്നു. ലോകവ്യാപകമായി നമ്മുടെ സമൂഹം സഭകളിൽ ഉണ്ടല്ലോ. എന്താണ് പ്രശ്നം? സമൃദ്ധി. കഷ്ടത്തിൻ്റെ കാലങ്ങളിൽ എന്തൊരു ഒരുമയായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഇന്ന് പല ആരാധനകളിലും അടുത്തിരുന്ന് ആരാധിക്കുന്നവരെ അറിയാൻ പാടില്ലാത്ത വിധം അപരിചിതരായിത്തീർന്നിരിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഒരുമിച്ച് കൂടുന്ന ക്ലബ്ബുകളായി പല ആരാധനാ സ്ഥലങ്ങളും അധപ്പതിച്ചിരിക്കുന്നു. ഈ വക അനാത്മികത്വം കാണുമ്പോഴാണ് പീഡനം വീണ്ടും വന്നിരുന്നു എങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്നത്. എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ സമൃദ്ധി, നമുക്കുള്ള വിലപ്പെട്ട പലതും നമ്മിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നാം ഈ അവസ്ഥയിൽ നിന്നും പിന്തിരിയുന്നില്ലെങ്കിൽ കൂടുതൽ പീഡനത്തിലേക്ക് പോകേണ്ടി വരും സുഹൃത്തെ. ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം സഭകളുണ്ട്, അനേകം പ്രാർത്ഥനാ കൂട്ടങ്ങളുണ്ട്. ആത്മീയ ഉണർവുണ്ടാകുവാനായി തങ്ങൾ കഷ്ടമനുഭവിക്കണം എന്ന് നാം മറക്കരുത്. അല്ലെങ്കിൽ അതിന് തയ്യാറാണെന്ന് ആരും പ്രാർത്ഥിച്ച് കേൾക്കാറില്ല. കഷ്ടമനുഭവിപ്പാൻ തയ്യാറാണെന്ന് ആരും പ്രാർത്ഥിക്കാറില്ല. ഇന്നത്തെ ഈ അവസ്ഥയിൽ നമ്മുടെ ദേശത്ത് ഒരു ഉണർവുണ്ടാകണമെന്ന് വ്യക്തിപരമായി ഞാൻ കരുതുന്നില്ല. ഇന്ന് എന്തെങ്കിലുമൊക്കെ അത്ഭുതത്തിൻ്റെ പിൻപേ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പരസ്യത്തിന് ചെലവാക്കി ആളെ കൂട്ടുന്നതിനെ ആത്മീയ ഉണർവ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിനെ ആത്മീയ ഉണർവെന്ന് പറയുവാൻ സാധിക്കില്ല. സഭയിൽ ഉണർവുണ്ടായാൽ അപ്പോൾ അതെല്ലാവരും അറിയും. മനുഷ്യരിൽ പാപബോധമുണ്ടാകും, വിശുദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൊതിയുണ്ടാകും, ദൈവവചനത്തോടുള്ള വലിയ വാഞ്ചയുണ്ടാകും, നാശത്തിലേക്ക് പോകുന്ന ആളുകളോടുള്ള ഒരു വലിയ സ്നേഹം, അവരെക്കുറിച്ചൊരു വലിയ ഭാരമുണ്ടാകും. ഇതൊന്നുമില്ലാതെ ഉത്സവപ്പറമ്പിൽ വരുന്നത് പോലെ ജനങ്ങളെ കൂട്ടുവാൻ പല വിദ്യകൾ ഉപയോഗിച്ചാൽ അതിനെ ഉണർവെന്ന് പറയുവാൻ സാധ്യമല്ല. മിമിക്രിയും നാടകവും കഥകളിയും ആട്ടവും പാട്ടും ഒന്നുമില്ലാതെ എന്തോ ഉത്സവമാണ്. ഇതേ ചിന്താഗതി ഇന്ന് ക്രിസ്തീയ കൺവെൻഷനുകളിലും മറ്റും പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സഭകളിൽ കൂടുതൽ പണം കേസുകൾക്കും ഓരോരുത്തരുടെ പാർട്ടികൾക്കുമാണല്ലോ കളയുന്നത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് സഭയിൽ പീഡനം വന്നെന്നാൽ, ഉപദ്രവം വന്നെന്നാൽ അത് ക്രിസ്തു വിശ്വാസികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തും. ബുദ്ധിമുട്ടാകുമ്പോൾ അതവരെ ഒരുമിച്ച് ചേർത്ത് നിർത്തും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ബന്ധം എത്ര ആഴമേറിയതായിരിക്കുമെന്നറിയാമോ? അങ്ങനെ വരുമ്പോൾ ഈ ആവശ്യമില്ലാത്ത വിമർശനങ്ങളും കുതികാൽ വെട്ടും എല്ലാം താനേ നിൽക്കും. രസത്തിനാരും സഭയിൽ കാണുകയില്ലല്ലോ. ഞാനൊരു രസത്തിന് അവിടെ ചേർന്ന് നിൽക്കുന്നു എന്ന് ആരും പറയുകയുമില്ല. അതിൻ്റെ വില കൊടുക്കുവാൻ തയ്യാറുള്ളവർ മാത്രം അവിടെ കാണും. ഓരോ ദൈവ പൈതലും നമ്മുടെ സഹോദരനാണെന്ന്, സഹോദരിയാണെന്ന് നാം അപ്പോൾ മാത്രമാണ് അംഗീകരിക്കുന്നത്. ചില അപ്രധാന കാര്യങ്ങൾ വിയോജിപ്പുണ്ടായാൽ പോലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസികളും എൻ്റെ സഹോദരങ്ങളാണ്. നാം ദൈവത്തിൻ്റെ ഭവനത്തിലാണ്. നാം ഇത് ലോകത്തിൻ്റെ മുൻപാകെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. സഭ ഇത് ലോകത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഉണർവുണ്ടാകും. അതാണ് യഥാർത്ഥ ഉണർവ്. പ്രാർത്ഥനയിലൂടെ ഉണർവിൻ്റെ കുറുക്ക് വഴികളാണ് നാം പലപ്പോഴും അന്വേഷിക്കുന്നത്. കുറുക്ക് വഴികൾ. ഉണർവുണ്ടാകുന്ന വ്യവസ്ഥകൾക്ക് വേണ്ടി നാം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? എന്തിനും തയ്യാറായി സമർപ്പിച്ച മനുഷ്യരാലാണ് ചരിത്രത്തിൽ ഉണർവുണ്ടായിട്ടുള്ളത്. അതിനവർ വില കൊടുത്തു. 16-ാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ നേതൃത്വം കൊടുത്ത നവീകരണത്തിൻ്റെ ജ്വാല 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും യൂറോപ്പിൽ മങ്ങിത്തുടങ്ങി. അവിടെ ചാരം മൂടിയ ഒരു ആത്മീയത, ആഭ്യന്തര അരക്ഷിതത്വം, വംശീയ ലഹളകൾ, മദ്യം, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, അക്രമം എന്നിവയെല്ലാം സ്ഥിര സംഭവങ്ങളായിരുന്ന ഒരു കാലം.
ഈ അരാജകത്വത്തിൻ്റെ നടുവിൽ 35 വയസ്സുള്ള ജോൺ വെസ്ലി എന്ന യൗവനക്കാരനും 31 വയസ്സുണ്ടായിരുന്ന വെസ്ലിയുടെ സഹോദരൻ ചാൾസ് വെസ്ലിയും 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന വൈറ്റ്ഫീൽഡും അതിശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. അന്നത്തെ ആ ഉണർവ് ഏകദേശം 2 നൂറ്റാണ്ട് നീണ്ടു നിന്നു. ലോകമെമ്പാടും അത് വ്യാപിച്ചു. 1730 ഈ 3 യൗവനക്കാർ അവർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറികളിൽ ഏതാനും സഹപാഠികളെ ചേർത്ത് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. വിശുദ്ധ ജീവിതം ജീവിക്കുവാൻ ആവശ്യമായ കർശന ചിട്ടകളിലൂടെ അവർ ജീവിതം നയിച്ചു. പ്രതിദിനം സ്വയപരിശോധന, ദൈവവചന പഠനം, എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കൽ, രോഗികളെയും തടവുകാരെയും സന്ദർശിക്കുന്നതായിട്ടുള്ള വിധം, അങ്ങനെ അവരുടെ ചിട്ടകൾ അവർ വളരെ കർക്കശമായി നോക്കി. സഭ ഈ ചെറുപ്പക്കാരെ ശാസിച്ചു, അവരെ പരിഹസിച്ചു, അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. 1739 പുതുവത്സര രാവിൽ ഈ യൗവനക്കാരും 64 അവരുടെ സ്നേഹിതരും ചേർന്ന് ഒരു സ്നേഹവിരുന്നൊരുക്കി പ്രാർത്ഥന സംഘടിപ്പിച്ചു. അന്ന് രാത്രി ഏകദേശം വെളുപ്പിന് 3 മണിക്ക് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മധ്യത്തിലേക്ക് അതിശക്തമായി ഇറങ്ങിയതായി അവർ അനുഭവിച്ചു. അവരെല്ലാം സന്തോഷത്താൽ നിറഞ്ഞു. അങ്ങനെ മുഴുരാത്രി പ്രാർത്ഥന ആരംഭിച്ചു. വലിയ ഉണർവ് ആരംഭിച്ചു. 22 വയസ്സ് പ്രായമുണ്ടായിരുന്ന വൈറ്റ്ഫീൽഡ് പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ ശരാശരി 20,000 പേരൊക്കെ അക്കാലങ്ങളിൽ കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം ഉണർവിൻ്റെ ശക്തി. ദൈവാത്മാവിൻ്റെ ആഴമായ അനുഭവത്താൽ ജനം കരഞ്ഞു, അവരുടെ പാപം ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. വ്യത്യസ്ത ഉപദേശങ്ങൾ ഉണ്ടായിരുന്ന സഭാവിഭാഗങ്ങൾ തങ്ങളുടെ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് വരുവാൻ തയ്യാറായി കൂട്ടായ്മ ആചരിച്ചു. അവർ ഉണർവിനുള്ള വില കൊടുക്കുവാൻ ഒരുക്കമായിരുന്നു. എന്താണ് ആ വില? എന്താണ് ഉണർവിനുള്ള വ്യവസ്ഥകൾ? 1, ജീവിതത്തിലെ പാപം ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുക. നഷ്ടപരിഹാരം വരുത്തേണ്ടിടത്ത് നഷ്ടപരിഹാരം ചെയ്യുക. 2, പ്രാർത്ഥന പ്രസവവേദന പോലെ ആയിത്തീരുന്ന ഒരു അവസ്ഥയുണ്ടാകുക. 3, ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ആ വലിയ ആവേശമുണ്ടാകുക. 4, എന്ത് വില കൊടുത്തും പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന മനോഭാവം. ഇതത്രേ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ്. ഇന്നും അതുപോലെ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഏത് വ്യവസ്ഥയ്ക്കും വിധേയപ്പെടുവാൻ തയ്യാറാകുക. അങ്ങനെ ഒരു ഉണർവാണ് ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതിനുവേണ്ടി നാം ഒരുങ്ങണം, പ്രാർത്ഥിക്കണം. 15ഉം 16ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഇതൊരു വലിയ തത്വം വെളിപ്പെടുത്തുകയാണ്. പാപം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പ്രകടമാക്കുവാൻ ദൈവം അനുവദിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സാത്താൻ അവൻ്റെ സകല വേലകളും ഉപയോഗിക്കുവാൻ ദൈവം അനുവദിക്കുന്നു എന്ന് ചുരുക്കം. കഷ്ടത ദൈവമക്കളെ സഹോദര സ്നേഹത്തിൽ നിലനിർത്തുന്നു. ക്രിസ്തുവിന് വേണ്ടി യഥാർത്ഥ സാക്ഷികളായി നിൽക്കുന്നവർക്കുള്ള പ്രതിഫലമാകുന്നു. തുടർന്ന് 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് ബഹുകാംക്ഷയോടെ നിങ്ങളുടെ മുഖം കാണുവാൻ ഏറ്റവും അധികം ശ്രമിച്ചു. സഹോദരന്മാരെ എന്ന് പൗലോസ് വീണ്ടും ഇവരെ സംബോധന ചെയ്യുന്നു. നിങ്ങൾ ഈ പ്രയോഗം ശ്രദ്ധിച്ച്, സഹോദരന്മാരെ എന്ന്. ഇത് യഥാർത്ഥ സാഹോദര്യമാണ്. ഇതത്ര യഥാർത്ഥ എക്യൂമെനിക്കൽ പ്രസ്ഥാനം. ഇത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ.
ചേരാത്ത രണ്ടാളുകളെ കെട്ടിയിട്ടിട്ട് അത് ഐക്യതയാകുന്നു എന്ന് പറഞ്ഞാൽ വിഡ്ഢിത്തരമല്ലാതെ എന്താണത്? അതാണ് ഇന്നത്തെ എക്യുമെനിസം. ഒരു വ്യക്തി യേശുക്രിസ്തുവിലാകുമ്പോൾ യേശുക്രിസ്തുവിലുള്ള മറ്റെല്ലാവർക്കും അവനൊരു സഹോദരനായിരിക്കും, അവളൊരു സഹോദരിയായിരിക്കും. ക്രിസ്തുവിന് വെളിയിൽ പാപികളുടെ സാഹോദര്യം മാത്രമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് എന്നത്രേ. പൗലോസിനെ സംബന്ധിച്ച് ഇത് മനോഹരമല്ലേ? അവൻ വാസ്തവത്തിൽ തെസ്സലോനിക്കയിൽ നിന്നും ഓടിപ്പോയതാണ്. എന്നാൽ അവൻ്റെ ഹൃദയം അപ്പോഴും അവിടെ തന്നെയാണ്. അവരെ വിട്ടുപോകുവാൻ അവൻ ആഗ്രഹിച്ചില്ല. ഇപ്പോഴും അവരെ വീണ്ടും കാണുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. അത് അവന് സാധിക്കുകയും ചെയ്യും. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ പൗലോസായ ഞാൻ, 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. തെസ്സലോനിക്കയിൽ പോകുന്നതിൽ നിന്നും തന്നെ തടഞ്ഞത് സാത്താൻ്റെ വേലയാകുന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നു. അത് മനസ്സിലാക്കുവാനുള്ള ആത്മീക വിവേചനാശക്തി പൗലോസിനുണ്ടായിരുന്നു. സാത്താൻ എന്ന പദത്തിൻ്റെ അർത്ഥം പ്രതിയോഗി എന്നത്രേ. ദൈവവചനം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏതൊരു പദ്ധതിക്കും തുരങ്കം വയ്ക്കുവാൻ, അതിനെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും. എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര രംഗങ്ങളിൽ ഈ എതിർപ്പ് ഭയങ്കരമായി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അനേകരും ഈ വിഷയത്തെക്കുറിച്ച് ബോധവാന്മാർ അല്ല എന്നുള്ളതാണ് വിചിത്രം. തങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് വിജയമാകാം എന്നത്രേ അവർ ചിന്തിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ താങ്കൾ ചെയ്യുവാൻ ആരംഭിക്കുന്ന വിഷയങ്ങളിൽ എത്ര വലിയ എതിർപ്പുകളാണ് കാണാറുള്ളത്. 2-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 2 വാക്യങ്ങൾ കൂടി, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ മുൻപാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആറാകുന്നു. നിങ്ങളുമല്ലയോ ഞങ്ങളുടെ മഹത്വവും സന്തോഷവും നിങ്ങൾ തന്നെ. ക്രിസ്തു തൻ്റെ സഭയെ ചേർപ്പാനായി വീണ്ടും വരുമ്പോൾ താൻ പ്രതീക്ഷിക്കുന്ന വലിയ കാര്യങ്ങളിൽ ഒന്ന് പൗലോസ് പറയുകയാണ്, താൻ കർത്താവിലേക്ക് നയിച്ച ഈ പ്രിയപ്പെട്ടവരെ കാണുവാൻ ലഭിക്കുന്ന അവസരമാകുന്നു എന്ന്. ക്രിസ്തുവിന് വേണ്ടി താൻ നേടിയ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, ഇവിടെ അവൻ ഒരു സന്തോഷമായിരുന്നു എന്ന് മാത്രമല്ല, ഇതിന് ശേഷവും അവർ ഒരു സന്തോഷമായിരിക്കും എന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആരെങ്കിലും അവരെ ആ അനുഭവത്തിന് യോഗ്യരാക്കിയതിന് താങ്കളെ വന്ന് കണ്ട് നന്ദി പറയുവാൻ കാണുമോ? ഈ വചനം അറിയിക്കുവാൻ താങ്കൾ ചെയ്ത ശ്രമത്തെ അവിടെ ആരെങ്കിലും അഭിനന്ദിക്കുമോ? സുവിശേഷീകരണത്തിനായി താങ്കളുടെ സമയവും സമ്പത്തും താലന്തുകളും നൽകുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യമാണ്, ഒരു വെല്ലുവിളിയാണ്. ഇനി നാം 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3-ാം അധ്യായത്തിലെ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ പുനരാഗമനം എന്നുള്ളത് വിശുദ്ധീകരിക്കുന്ന ഒരു പ്രത്യാശയത്രേ എന്നതാണ്. സഭയുടെ മധ്യാകാശത്തിലേക്കുള്ള ആ എടുക്കൽ താങ്കളുടെ പ്രത്യാശയാകുന്നു എങ്കിൽ, അതായത് തനിക്കുള്ളവരെ ചേർക്കുവാൻ ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളത് താങ്കളുടെ പ്രത്യാശയാകുന്നു എങ്കിൽ, അത് താങ്കളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും, ജീവിത രീതിയെ ബാധിക്കും. അഥവാ ഈ പറഞ്ഞതുപോലെ അത് താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ച് മാറ്റം വരുത്തുന്നില്ല എങ്കിൽ താങ്കൾ വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നത്രേ അത് വെളിപ്പെടുത്തുന്നത്. അതൊരു വെറും സിദ്ധാന്തമായോ തത്വശാസ്ത്രമായോ മാത്രം താങ്കൾ കരുതുന്നു. മനുഷ്യരെ പേടിപ്പിക്കുവാനുള്ള ഒരു മനഃശാസ്ത്രമായും ചിന്തിച്ചത് വരാം. ഈ ലേഖനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുതന്നെയാണ്. അടുത്ത 2 അധ്യായങ്ങളിൽ നാം അതുതന്നെയാണ് കാണുവാൻ പോകുന്നതും. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. ആകയാൽ സഹിച്ചുകൂടാഞ്ഞിട്ട് ഞങ്ങൾ അഥേനയിൽ തനിച്ച് ഇരിക്കേണ്ടി വന്നാലും വേണ്ടതില്ല എന്നു വെച്ച് തെസ്സലോനിക്കക്കാരുടെ അടുത്തേക്ക് മടങ്ങി വരുവാൻ പൗലോസ് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്നാൽ അഥേനയിലാണ് ഇപ്പോൾ അവൻ കഴിയുന്നത്, ഏഥൻസിൽ, അതും തനിയെ. അങ്ങനെ തിമത്യോസിനെയും ശീലാസിനെയും ലൂക്കോസിനെയും മറ്റുള്ളവരെയും തെസ്സലോനിക്കയിലേക്ക് അയക്കുവാൻ അവന് കഴിഞ്ഞു.
പൗലോസ് ഈ അധ്യായം ആരംഭിക്കുന്നത്, 3-ാം അധ്യായം ആരംഭിക്കുന്നത് ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ അധ്യായത്തിൽ താൻ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയവുമായി പൗലോസ് ഇതിനെ ബന്ധിപ്പിക്കുന്നു എന്നത്രേ. ഇതെന്തായിരുന്നു എന്ന് ഓർക്കുന്നുവല്ലോ. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ്, അതെ, സഭയിലുള്ള കുടുംബ ബന്ധം. പൗലോസ് അവർക്കൊരു അമ്മയെപ്പോലെയായിരുന്നു, ഒരു അപ്പനെപ്പോലെ പെരുമാറി, അവർക്കൊരു സഹോദരനുമായിരുന്നു. അവൻ അവരെ കർത്താവിലേക്ക് നയിച്ചു, അവൻ അവരെ സ്നേഹിച്ചു. ക്രിസ്തുവിൻ്റെ വരവിങ്കൽ സകല വിശുദ്ധരും തങ്ങളുടെ പ്രതിഫലം പ്രാപിക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ തെസ്സലോനിക്കർ അവൻ്റെ മഹത്വവും സന്തോഷവും ആയിരിക്കും. എന്നാൽ ഇപ്പോൾ പൗലോസ് ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം അവരോടുള്ള യഥാർത്ഥ സ്നേഹം ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അവരുടെ അടുത്ത് ചെല്ലുവാൻ സാധിക്കാത്ത അവസ്ഥയാകുന്നു ഇപ്പോൾ പൗലോസിനുള്ളത്. സാത്താൻ അവനെ തടഞ്ഞിരിക്കുന്നു. പൗലോസ് പെട്ടെന്ന് തെസ്സലോനിക്ക വിട്ടു പോരേണ്ടി വന്നു. അവിടെ പഠിപ്പിച്ച് തീരാത്ത അനേകം ഉപദേശങ്ങളും വിഷയങ്ങളും ഇനിയുമുണ്ട്. അവിടേക്ക് മടങ്ങിച്ചെല്ലുവാൻ പൗലോസ് ആകാംക്ഷയോടെ കാത്തിരുന്നു എന്നത് മാത്രമല്ല, അവിടുത്തെ വിശ്വാസികളുടെ ഭാവിയെക്കുറിച്ച് അവൻ ഭാരപ്പെടുന്നുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാൻ പൗലോസ് ആഗ്രഹിച്ചു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, ഈ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ പൗലോസ് പറഞ്ഞ കാര്യം അവൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതെ, സ്നേഹപ്രയത്നം. സ്നേഹം എന്നത് ലോകത്തിനൊരു വികാരം മാത്രമാണ്. ക്രിസ്തീയ സ്നേഹം ഒരു നല്ല തോന്നലോ സൗകര്യപ്രദമായ ഒരു ചിന്തയോ ഒക്കെ മാത്രമായിരുന്നില്ല. സ്നേഹം നാം ആരെ സ്നേഹിക്കുന്നുവോ ആ ആളിൻ്റെ നന്മയെ അന്വേഷിക്കുന്നു. ആരോടാണെങ്കിലും സ്നേഹം പ്രകടമാക്കുന്ന വിധം അതത്രേ. താങ്കൾ വാസ്തവമായി ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ആളിൻ്റെ നന്മ അന്വേഷിക്കും. മാത്രമല്ല, താങ്കൾ സ്നേഹിക്കുന്ന ആളിനു വേണ്ടി താങ്കളുടെ ജീവിതത്തിൽ എന്ത് ത്യാഗവും ചെയ്യുവാൻ താങ്കൾ തയ്യാറാകും. വെറുതെ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല സ്നേഹം. അതിനെ ഇഷ്ടമെന്നാണ് പറയുന്നത്. ഇഷ്ടമാണ്. ഇഷ്ടവും സ്നേഹവും രണ്ട് കാര്യമാണ്. സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് സ്നേഹമാകില്ല. സ്നേഹം ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്. ഇതില്ലാത്തതാണ് ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ നാം കാണുന്ന തകർച്ച. പൗലോസിന് ഈ സ്നേഹം വളരെയേറെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെസ്സലോനിക്കരോട് അവന് വളരെയേറെ സ്നേഹമുണ്ടായിരുന്ന ഒരു കൂട്ടമാണ്, ഒരു സഭയായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, എന്നുവെച്ച് ഈ കഷ്ടങ്ങളിൽ ആരും കുലുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാനും നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച് നിങ്ങളെ പ്രബോധിപ്പിപ്പാനുമായിട്ട് നമ്മുടെ സഹോദരനും ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമത്യോസിനെ അയച്ചു. ഈ കരുതൽ കാരണമാണ് പൗലോസ് തിമത്യോസിനെ തെസ്സലോനിക്കരുടെ അടുത്തേക്ക് അയച്ചത്. പൗലോസ് തിമത്യോസിനെ സംബോധന ചെയ്യുന്നത് ശ്രദ്ധിച്ചോ? നമ്മുടെ സഹോദരനും ദൈവത്തിൻ്റെ ശുശ്രൂഷകനും. ശുശ്രൂഷകൻ എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡയക്കനോസ് എന്ന പദമാണ്. അതിൽ നിന്നാണ് ഈ ഡീക്കൻ എന്നുള്ള ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് ദാസൻ എന്ന അർത്ഥമാണ്. ശുശ്രൂഷകൻ എന്നുള്ള നമ്മുടെ തർജ്ജിമ വളരെ ശരിയാണ്. എന്നാൽ അതേ അർത്ഥത്തിൽ എടുക്കണമെന്ന് മാത്രം. പലപ്പോഴും അതിനെ നാം വ്യത്യസ്തമായി ചിന്തിക്കാറുണ്ട്, വ്യത്യസ്തമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നവുമാണ്. തിമത്യോസിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൽ ഒരു കാര്യം നമ്മുടെ ഈ പരിഭാഷയിൽ ഉൾപ്പെടുത്താതെ പോയി എന്ന് തോന്നുന്നു. അതായത്, ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണത്തിൽ നമ്മുടെ സഹപ്രവർത്തകനും എന്നത്രേ. ശുശ്രൂഷയുടെ മണ്ഡലം ക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്നു. പൗലോസ് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ മാത്രമായിരുന്നില്ല. ഈ സുവിശേഷ വിഹിത സഭകളെയും സംഘടനകളെയും അധികം വിമർശിക്കുന്ന ഒരു കാര്യം ഈ പറഞ്ഞ വിഷയമാണ്. അതായത്, ഈ പാർട്ടികൾ ബൈബിൾ പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനുമാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ, ഈ പ്രസംഗത്തിനും മറ്റും ചെലവഴിക്കുന്ന പണം വല്ല പാവങ്ങൾക്കും നൽകിയാൽ അതല്ലേ നല്ല പ്രവൃത്തി എന്ന്. അതിനപ്പുറം ഈ വിമർശിക്കുന്നവർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നില്ല എന്ന അവരുടെ കഴിവുകേടാണ് ഈ ഇടുങ്ങിയ ചിന്താഗതിയും കൊണ്ട് അവർ നടക്കുന്നതിന് കാരണം. നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭനായ ഒരു ഭരണകർത്താവ് ഒരിക്കൽ പറയുകയുണ്ടായി, ജനങ്ങൾക്ക് വേണ്ടി, അതെ പാവങ്ങൾക്ക് വേണ്ടി
സർക്കാർ നൽകുന്ന ഓരോ രൂപയിലും 15 പൈസയിൽ കുറവ് മാത്രമേ അർഹിക്കുന്നവർക്ക് ലഭിക്കുന്നുള്ളൂ എന്ന്. ബാക്കി വല്ലവൻ്റെയും പോക്കറ്റിൽ. അപ്പോൾ നമ്മുടെ പ്രശ്നം പാവങ്ങൾക്ക് കൊടുക്കുവാൻ പണമില്ല എന്നുള്ളതോ അവരെ ഉദ്ധരിക്കുവാൻ മാർഗമില്ല എന്നുള്ളതോ അല്ല. നമ്മുടെ പ്രശ്നം മനുഷ്യരാണ്. അതെ, ദൈവത്തിൽ നിന്നും അകലപ്പെട്ട മനുഷ്യൻ. അടിസ്ഥാനപരമായി അവൻ ശരിയാകാതെ താങ്കളും ഞാനും എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അത് പഴമക്കാർ പറയില്ലേ, കടലിൽ കായം കലക്കുന്നത് പോലെയുള്ളൂ. കടലിൽ കായം കലക്കുന്നു. അതുകൊണ്ടാണ് എത്ര ചെലവഴിച്ചും ദൈവവചനം പഠിപ്പിക്കുവാൻ സുവിശേഷ വിഹിതരായ ആളുകൾ പരിശ്രമിക്കുന്നത്. അല്ലാത്തതൊക്കെ ക്യാൻസറുള്ള ഭാഗത്ത് മണക്കുന്ന പൗഡർ ഇട്ടിട്ട് ഇത് മതി ചികിത്സ എന്ന് പറയുന്നത് പോലെയാണ്. ദൈവവചനം പഠിപ്പിക്കുന്നത് ഞങ്ങൾ പ്രഥമമായി വിഷയമാക്കിയിരിക്കുകയാണ്. സുവിശേഷത്തിൻ്റെ സാമൂഹ്യ വശം അതിന് അധികം ഊന്നൽ കൊടുക്കാത്തതിനാൽ ഞങ്ങളെ വിമർശിക്കാറുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് സുവിശേഷത്തിൻ്റെ സാമൂഹ്യ വശത്തിന് അമിത പ്രാധാന്യം നൽകുന്നവർ ഒട്ടുമുക്കാലും യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സൗകര്യപൂർവ്വം ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവരാകുന്നു എന്നത്രേ. ഞാൻ പറയട്ടെ, സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതല്ലാതെ യാതൊരു വലിയ നിലനിൽക്കുന്ന ഫലപ്രദമായ സാമൂഹിക മാറ്റവും ചലനവും ഇന്നോളം ഉണ്ടായിട്ടില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ഇത് വാസ്തവമെന്ന് സമ്മതിക്കും. നമ്മുടെ രാജ്യത്തെ നോക്കിയാൽ മതി. കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതിനെതിരെയുള്ള നിയമം ഇംഗ്ലണ്ടിൽ ആദ്യമായി വന്നത് മഹാനായ ജോൺ വെസ്ലിയുടെ മീറ്റിങ്ങുകളിലൂടെയാണ്. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആരംഭം പരിശോധിക്കൂ. എന്നാൽ ഇന്ന് അതൊക്കെ വളരെയേറെ മാറിപ്പോയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. നിസ്വാർത്ഥമായി സ്കൂളുകളും ആശുപത്രികളും മറ്റ് ആതുര സേവനങ്ങളും സുവിശേഷത്തിൻ്റെ ഫലമല്ലേ? ഇന്നും സുവിശേഷം ഈ വിധത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതറിയിക്കുവാനാണ് ഓരോ ദൈവപൈതലിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ഇപ്രകാരം സുവിശേഷം അറിയിക്കുന്നതിന് താല്പര്യമുള്ള വ്യക്തിയാണോ താങ്കൾ? അതാണ് ദൈവം താങ്കളെക്കുറിച്ചും എന്നെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് തരട്ടെ, അതിനുള്ള താഴ്മ ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായി ശോഭിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.